വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നാലെയുണ്ടായ നിയമനക്കോഴ വിവാദത്തിൽ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ വൈസ് ചെയർമാൻ RP ശിവദാസ്. നിയമനങ്ങൾ നിശ്ചയിക്കുന്നത് ഒരു സംഘമാണ്. ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് തനിക്കെതിരെ നടപടിയുണ്ടായത്. ഇക്കാര്യങ്ങൾ നിരവധി തവണ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതാണെന്നും നടപടിയുണ്ടായില്ലെന്നും RP ശിവദാസ് 24-നോട് പറഞ്ഞു. ഏത് കാലഘട്ടത്തിലായിരുന്നു താങ്കൾ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നത്? ഇത് വിടാൻ എന്താണ് കാരണം? 12-ൽ വൈസ് ചെയർമാനായും 13-ൽ എന്നെ അവിശ്വാസത്തിലൂടെ ഞാൻ അന്ന് സേവാളിലെ ജില്ലാ ചെയർമാനായിരിക്കും. എന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കുകയും ചെയ്തു. ബത്തേരി കേന്ദ്രീകരിച്ച് ഒരു സഹകരണ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സഹകരണ മാഫിയാണ് എന്നെ പുറത്താക്കാനുണ്ടായ കാരണം വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാനുണ്ടായ കാരണം 2 പേരെ മറികടന്ന് അതിൻ്റെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ബോർഡ് ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റാണ്. അതും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡാണല്ലോ. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. 2 പേരെ മറികടന്ന് ഒരാളെ എടുത്തപ്പോഴാണ് ഞാൻ വിയോജനക്കുറിപ്പ് എഴുതേണ്ടിയിരുന്നത്. വിയോജനക്കുറിപ്പ് ഞാൻ മാത്രമല്ല, 3 ഡയറക്ടർമാരാണ് വിയോജനക്കുറിപ്പ് എഴുതാനുണ്ടായിരുന്നത്. 2 പേര് പിന്നീട് അവർ കാലുമാറി. എന്താണ് സംഭവിച്ചത്? അങ്ങനെ വിയോജനക്കുറിപ്പ് എഴുതാൻ ഇവർ എലിജിബിൾ അല്ലാത്ത ആളുകളാണോ? എലിജിബിൾ ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതിന് മുമ്പുണ്ടായ ഈ റാങ്ക് ലിസ്റ്റാണല്ലോ. ആ റാങ്ക് ലിസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ മറികടന്ന്, ഇപ്പോൾ നിങ്ങളെ 2 പേരെ മറികടന്ന് 3ാമത് നിൽക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുമ്പോൾ ഉള്ള ഒരു അതായിരുന്നു ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചത്. നിയമന അഴിമതി നേരത്തെ അവിടെ ഉണ്ട്, ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ. എനിക്ക് ആ ബോർഡിൽ ഞാനില്ലല്ലോ. ഈ ബോർഡിലും അതിന് ശേഷം ഈ സഹകരണ മാഫിയ സംഘം ഇവിടെ ആ ബാങ്കിൽ നിന്ന് മാത്രമല്ല, കാർഷിക ഗ്രാമവികസന ബാങ്കിലാണേലും മറ്റു ബാങ്കുകളിലൊക്കെ അവരുടേതായ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ഈ മാഫിയ സംഘത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് വിശദീകരിക്കാൻ? ഞാൻ ആരുടെയും പേര് പറയാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ സജീവ രാഷ്ട്രീയമൊക്കെ വിട്ടില്ലേ. ഇനി ഞാൻ ഇനി മാത്രമല്ല 67 വയസ്സുമായി, ഇനി ഒരു ശത്രുത വാങ്ങി വെക്കണം. പക്ഷേ അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ലെ ഒരു വിഭാഗവും കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് കക്ഷിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റുന്നു. എന്താണ് ഈ മാഫിയയുടെ ഒരു പൊതു സ്വഭാവം? എങ്ങനെയാണ് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വേറെ അജണ്ടയൊന്നുമില്ല. കാശുണ്ടാക്കണം. അതിന് ഏത് മാർഗം ഉപയോഗിക്കുന്നു, ആരെ ഉപയോഗിക്കുന്നു, ഓരോരുത്തരുടെ വീക്ക്നെസ് എന്താണെന്ന് നോക്കി അവരെ എങ്ങനെയെങ്കിലും കസ്റ്റഡിയിലാക്കുക. ഇവർക്കെതിരെ നമ്മൾ ശബ്ദിച്ചാൽ നമുക്ക് എതിരെ വ്യാജ പരാതികൾ വരും, ഇല്ലേ വ്യാജ കേസുകൾ വരും. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.